തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇതിനോടകം തന്നെ പുറത്തു വന്നു. LDFന് ചെറുതല്ലാത്ത നിരാശ സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് എന്നതുകൊണ്ട് മാത്രം LDFനെ ഇടതുമുന്നണിയെ പൂർണ്ണമായും അങ്ങ് എഴുതി തള്ളിക്കളയാം, LDFനെ അങ്ങ് കടലിൽ തള്ളിക്കളയാം എന്നൊക്കെ പറയുന്ന ചില വൈകാരിക പ്രകടനങ്ങളൊക്കെ തന്നെയും UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കണ്ടു. അതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടുണ്ട്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് സംസ്ഥാന ഭരണത്തോടാണോ അതോ ഈ തദ്ദേശ സ്ഥാപനങ്ങളോടാണോ എന്നതുകൂടി ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും ഒട്ടുമിക്ക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തോളം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ജനങ്ങൾക്ക് അവരുടെ ഒക്കെ തന്നെയും സേവനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അനുഭവവേദ്യമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചും വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ആന്റി ഇൻകംബൻസി അതിന്റെ ഒരു ഭാഗമായി ഉണ്ടാകാം, പക്ഷെ അതിനും അപ്പുറത്തേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട്, പ്രത്യേകിച്ചും നമുക്കറിയാലോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഭാവം അത് വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ്. ഇപ്പൊ കോർപ്പറേഷനുകളിലേക്ക് വന്നാൽ ശരിയാണ്, പക്ഷെ കോർപ്പറേഷനുകളിൽ അങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചാൽ പല കോർപ്പറേഷനുകളോടും ഉണ്ടായിരുന്ന എതിർപ്പ്, ആ എതിർപ്പാണ് ഇത്തരത്തിൽ വോട്ടായി മാറുകയും അത് UDFന് ഗുണം ചെയ്യുകയും ചെയ്തത്. ഇപ്പോ അല്ലാതെ CPIMന്റെ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ഒക്കെ തന്നെയും അഹോരാത്രമായ പ്രവർത്തനമൊന്നും തന്നെ കുറച്ചു കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 10 വർഷം ആയി ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയോട് അല്ലെങ്കിൽ ആ ഒരു ഭരണത്തോട് സ്വാഭാവികമായും അത് ഏത് പാർട്ടിയാണെങ്കിലും, അത് ഇടതുമുന്നണി എന്ന് തന്നെ ആകണമെന്നില്ല, അത് ഏത് പാർട്ടിയോടാണെങ്കിലും ഉണ്ടാകുന്ന ഒരു വിമുഖതയുണ്ട്. അത് പൊതുജനങ്ങൾക്ക് സാധാരണഗതിയിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടാകണം. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടുള്ള എതിർപ്പ് അത് ശക്തമായി ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് വ്യക്തമായി അല്ലെങ്കിൽ പ്രത്യേകമായി എടുത്ത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ മുതൽക്ക് തന്നെ 15,000 ലഡു ഒക്കെ BJP ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അതായത് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സെലിബ്രേഷന് തുടക്കം കുറിക്കാൻ വേണ്ടി 15,000 ലഡു ഒക്കെ എടുത്തു വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുനിസിപ്പാലിറ്റി BJPയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം 2 ആണ്, ഇക്കുറിയും 2 തന്നെയാണ്. പക്ഷെ അതിൽ ഞെട്ടിക്കുന്ന ഒന്ന് തൃപ്പൂണിത്തുറ കൂടി അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പന്തളം അവർക്ക് നഷ്ടമാകുന്നു, അതേസമയം തൃപ്പൂണിത്തുറ കൂടി അവർക്ക് ലഭിക്കുന്നു എന്നതുകൂടിയുണ്ട്. അപ്പോ ഇത് മൊത്തത്തിൽ നോക്കിയാൽ ഈ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെ തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ അമിത ആത്മവിശ്വാസമൊക്കെ കണ്ടു. പക്ഷെ അത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് എന്ന് ആത്മാർത്ഥമായി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നമ്മുടെ ചില മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് CPIMന്റെ ചില മുതിർന്ന നേതാക്കളുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ, പ്രത്യേകിച്ചും വാക്കുകൾ, അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നാണ്. ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങൾ അത് ആരുടെയും ഔദാര്യമല്ല, അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം തന്നെയാണ്. പക്ഷെ ഈ വീണു പോകുന്ന ഒരു ആ വാക്കിനെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ ഇപ്പുറത്തൊരു വിഭാഗമുണ്ട് എന്നുള്ള ഓർമ്മ എല്ലായ്പ്പോഴും എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടാകണം. ഇത് ഒരു പ്രാവശ്യമായിട്ടല്ല. ഇത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത്രമേൽ പ്രവർത്തിച്ച് അതിനുശേഷം ഇങ്ങനെ ഒരു പരാജയമൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം അത്തരത്തിലുള്ള അണികളുടെ മൊറയിലിനെ പൂർണ്ണമായും തകർക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് കഴിയുകയുള്ളൂ. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിക്ക് നിരാശപ്പെടാൻ അല്ലെങ്കിൽ സ്വാഭാവികമായും നിരാശ ഉണ്ടാകുന്നൊരു ജനവിധിയാണ് എങ്കിൽ തന്നെയും അത് ഒരു പൂർണ്ണമായ വിധിയെഴുത്തോ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ കേരളം പൂർണ്ണമായും എഴുതിത്തള്ളി എന്ന തരത്തിലൊന്നും തന്നെ വിലയിരുത്താൻ ഉള്ള സാഹചര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ഇത്രയധികം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റവും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സർക്കാർ കാണിക്കുന്ന സൂക്ഷ്മതയും ഒക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും അത് തീർച്ചയായും ആ തരത്തിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുക. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഊന്നി പറയേണ്ട ഒരു സമയമാണ്. കൂടുതലായി ഇത് മറ്റു വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ അത് അനവസരത്തിലുള്ള അനൗചിത്യകരമായ ഈ അഭിപ്രായ പ്രകടനങ്ങളും വാക്കുകളും ഒഴിവാക്കുക കൂടി വേണം നേതാക്കൾ.